എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എൻ്റെ അടുത്തുള്ള കമ്മലുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്താലോ. എൻ്റെ അടുത്ത് കുറച്ചധികം കമ്മലുകളുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കമ്മലുകൾക്കൊന്നും പെയർ കിട്ടില്ല, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ശങ്കീരി സ്റ്റഡ് ഒന്നും കിട്ടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ആമസോണിൽ നിന്ന് ഒരു ഓർഗനൈസർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരട്ടെ. അതിന്റെ മുന്നേ നമുക്കിതൊക്കെ ഒന്ന് പെയർ ആക്കി അടുക്കി പെറുക്കി വെക്കാം. വാ. കുറേ കമ്മലുകളും മോതിരങ്ങളൊക്കെ വാങ്ങി കൂട്ടുക എന്നുള്ളത് ചെറുപ്പം മുതലേ എൻ്റെ ഒരു ഹോബിയാണ്. ഇതിലുള്ള പല ഇയറിങ്സും ഞാൻ ഒരു തവണ പോലും യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ഇപ്പോഴും വല്ല കടകളിലോ പൂരത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഇയറിങ്സ് തൂക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് പെയറാക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കഥകളും കൂടെ പറയാം. പലപ്പോഴും നമ്മളുടെ അടുത്തുള്ള പല സാധനങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റ് ഒരു പിങ്ക് ജിമിക്കിയാണ് ഞാൻ പെയറാക്കി വെക്കുന്നത്. അത് റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ കല്യാണ സാരിയാണ് ചുറ്റിയത്. അപ്പോൾ സെയിം കളർ നോക്കി വാങ്ങിച്ചതാണ്. എൻ്റെ കല്യാണ സാരി ഏകദേശം ഇതേപോലത്തെ ഒരു റോസ് കളറായിരുന്നു. ഒരു 8-9 വർഷം മുന്നേ കല്യാണ സാരി ഇതേപോലത്തെ കളറെന്ന് പറയുമ്പോൾ അന്നൊന്നും ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ നല്ല കടും ചുവപ്പ്, പച്ച, നീല അങ്ങനത്തെ കളറുകളൊക്കെയാണ് അധികം കല്യാണ സാരി ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ കളറ് സാരി വേണം, ഉള്ളിത്തോലിൻ്റെ കളറ് സാരി വേണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ആ കളർ സാരിയൊക്കെ എടുത്തു. പക്ഷേ വീട്ടിൽ വന്നിട്ട് കുറേ ആൾക്കാർ സാരി കാണാൻ വന്നപ്പോൾ ഏത് കളറ് സാരിയാണോ എടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒന്ന് അത് ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ. ഇനി സാരി മാറ്റണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. അപ്പോൾ എൻ്റെ ബ്യൂട്ടീഷ്യൻ പറഞ്ഞു, കല്യാണ സാരി ഒരു തവണ എടുത്താൽ അത് മാറ്റാൻ പാടില്ല, അതിനെ ചുറ്റിക്കോട്ടെ, പിന്നെ ചുറ്റിക്കഴിഞ്ഞാൽ അത് നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്ന് ബ്യൂട്ടീഷ്യൻ പറഞ്ഞു. അപ്പോൾ അവരുടെ വാക്കും കേട്ടിട്ട് നമ്മൾ ആ സാരി തന്നെ ചുറ്റി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ജിമിക്കി കണ്ടപ്പോൾ എനിക്ക് കല്യാണ സാരിയുടെ കഥ ഓർമ്മ വന്നു. പിന്നെ ഇതാ ഇപ്പോൾ ഒരു മയിൽപ്പീലിയുടെ പോലത്തെ കമ്മൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാലം മുന്നേ ഇങ്ങനെ മയിൽപ്പീലിയുടെ ആ ഒരു പോലത്തെ കമ്മലും ക്ലിപ്പും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ചതല്ല, സത്യം പറഞ്ഞാൽ അത് എൻ്റെ കമ്മലല്ല, അത് എൻ്റെ കസിൻ്റെ കമ്മലാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മോള് പറയുന്നുണ്ട് അത് അമ്മൂച്ചിയുടെ കമ്മലാണെന്ന്. ഇനി അമ്മൂൻ്റെ കമ്മലാണോ അശോച്ചിയുടെ കമ്മലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും രണ്ടും എൻ്റെ കസിൻസാണ്. ആരുടെ ഒരാളുടെ കമ്മലാണത്. അത് എന്തായാലും ഇപ്പം അത് എൻ്റെതാണ്. പിന്നെ ഒരു ബ്ലൂ റിങ് പോലത്തെ അതും ഞാനിപ്പോൾ അടുത്തൊരു ദിവസം ഞാൻ പറഞ്ഞല്ലോ കസിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം നമുക്ക് എല്ലാവർക്കും സ്കൈ ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിനിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ വലിയൊരു കമ്മൽ, അതിൻ്റെ താഴെ ഒരു ജിമിക്കി പോലെയൊക്കെ ഉണ്ട്. ഇത് 1-2 തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് എന്തിനു വേണ്ടി വാങ്ങിച്ചതാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു പൂരത്തിന്, അങ്ങാടിപ്പുറം പൂരത്തിന് എന്തോ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ ഏട്ടൻ വാങ്ങിക്കൊടുന്നതാണ്. ഇടയ്ക്കൊരു സമയത്ത് എന്നെയും കുഞ്ഞുവിനെയും ഗൾഫിലാക്കിയിട്ട് ഏട്ടൻ നാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എനിക്ക് കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മലാണ് ആ ഒരു എന്താ പറയുക വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വിഷുവിനൊക്കെ ഞാൻ സെറ്റ് സാരിയുടെ കൂടെ അതാണ് പെയർ ചെയ്തത്. പിന്നെ ഇപ്പോൾ വെക്കുന്നതും ഏട്ടൻ വാങ്ങിച്ചു കൊടുന്ന കമ്മൽ തന്നെയാണ്. ആ സെയിം ടൈമിൽ വാങ്ങിച്ചു കൊടുന്ന കമ്മൽ തന്നെയാണ്. അതിൻ്റെ മുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലെവിടെയെങ്കിലും ഉണ്ടായിരിക്കും അതിൻ്റെ നടുവിലുള്ള ഒരു മുത്ത്. നമുക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഞാൻ ആകെ 1-2 തവണ യൂസ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വെക്കല. പക്ഷേ ഇപ്പം എനിക്ക് സങ്കടമില്ല കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കണേൽ. കാരണം ഇതൊക്കെ യൂസ് ചെയ്യാൻ ഒരാളുണ്ട് ഇപ്പോൾ. എൻ്റെ മോള്, അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു റിങ്ങിൻ്റെ മുകളിൽ താഴെ ജിമിക്കി ആയിട്ടില്ല, അങ്ങനത്തെ 1-2 ഉണ്ട് എൻ്റെ കയ്യിൽ. പണ്ടൊക്കെ കോളേജിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്മൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും ചിലപ്പോൾ കുറേ കാലം യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചില്ലേ ചെറിയ ചെറിയ സ്റ്റഡ് കണക്കിനുള്ളത്, അങ്ങനത്തെ കമ്മലുകളാണ് ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നത്. വലുത് തൂങ്ങലുള്ളതൊന്നും ഇപ്പം എന്തോ എനിക്ക് എൻ്റെ മുഖത്തിന് ചേരാത്ത പോലെ തോന്നും. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഇതൊക്കെ ഏതൊക്കെയോ മാലയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പെയറായി കിട്ടിയതാണ്, സെറ്റായി കിട്ടിയതാണ്. ഇതെനിക്ക് തോന്നുന്നു കുഞ്ഞുവിന് വേണ്ടി ഒരു മാല വാങ്ങിയപ്പോൾ അവളുടെ മാലയുടെ കൂടെ കിട്ടിയ കമ്മലാണ് തോന്നുന്നു. അത് കുഞ്ഞു 1-2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ
ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നത് ആ ഒരു ബ്ലൂ കളറ്. ഇതൊക്കെ ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്മലുകൾ മാത്രമാണ് ഞാൻ നേരാവണ്ണം മുതലാക്കിയിട്ടുള്ളൂ, വാങ്ങിയതിന് മുതലാക്കിയിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നതും അതൊരു പിങ്ക് പോലത്തെ, അത് ഞാനും എൻ്റെ കുഞ്ഞും ഒക്കെ ഈ ഇടയായിട്ട് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കഥകൾ. പിന്നെ അതിൻ്റെ അടുത്ത് കണ്ടു ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ ഒരു സ്കൈ ബ്ലൂ കളറിൽ, അതിൻ്റെ പക്ഷേ ഒരു പെയറേ കാണാനുള്ളൂ, മറ്റേ പെയർ ചിലപ്പോൾ മറ്റേ ബാഗിലായിരിക്കും, നമുക്ക് നോക്കാം. അത് എൻ്റെ കുഞ്ഞുവിനെ അവൾ അശ്വതിയമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. അശ്വതിയമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ. കുഞ്ഞു മുത്തുമുത്ത് പോലത്തെ കമ്മലുകൾ കണ്ടോ, നീലയും പച്ചയൊക്കെ, അത് വാങ്ങിച്ചതിന് പിന്നിലൊരു കഥ ഉണ്ട്. എൻ്റെ കുഞ്ഞു കാണുന്ന ഏതോ ഒരു കാർട്ടൂണിൽ അവർ പറയുന്നുണ്ട്, കുട്ടികളുടെ പല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ആ പല്ല് നമ്മൾ പില്ലോൻ്റെ അടിയിൽ വെച്ച് കിടന്നാൽ അന്ന് രാത്രി ഫെറി അല്ലെങ്കിൽ മാലാക വന്നിട്ട് ആ പല്ല് മാറ്റി അവിടെ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെച്ച് പോകും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കുട്ടികൾ പല്ല് പറിക്കുന്നതിനെയൊക്കെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കാർട്ടൂണാണ് തോന്നുന്നുണ്ട്. എന്തായാലും കുഞ്ഞുവിൻ്റെ വിചാരം ഇതൊക്കെ സത്യമാണ് എന്നാണ്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഫസ്റ്റ് പല്ല് ഇളകിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പല്ല് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പില്ലോൻ്റെ താഴെ വെക്കണം, എന്നിട്ട് ഫെറി വരും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് പല്ല് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് പറിച്ചത്. നല്ലോണം ഇളകുന്ന പല്ലാണ്, ശരിക്കും എനിക്ക് പറിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് പറിച്ചത്. അപ്പോൾ കുഞ്ഞു ആ പല്ല് തിരിച്ച് ചോദിച്ചു. ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പില്ലോൻ്റെ അടിയിൽ വെക്കാനാണ്, ഫെറി വരുന്നൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, തിരിച്ച് തരാൻ പറഞ്ഞു. പക്ഷേ അവർക്ക് എന്തോ റൂളുണ്ട്, അങ്ങനെ പറിച്ച പല്ല് തിരിച്ച് കൊടുക്കാൻ പാടില്ല അത്രേ. പക്ഷേ ഡോക്ടർക്കും ഈ കാർട്ടൂണിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഡോക്ടർ അവളുടെ അടുത്ത് പറഞ്ഞു, സാരമില്ല മോളെ, മാലാഖയുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാം, പല്ലിങ്ങനെ നമുക്കിവിടെ സൂക്ഷിച്ച് വെക്കണം, പക്ഷേ ഗിഫ്റ്റ് നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെറിയുടെ അടുത്ത് പറഞ്ഞോളാം എന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി അവൾ നല്ല സന്തോഷത്തോടെയാണ് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തലേൻ്റെ അടിയിൽ ഫെറി ഗിഫ്റ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടെ. നമുക്ക് ചിലപ്പോൾ കുട്ടികളുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിലും കുട്ടികൾക്കത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ സന്തോഷം ഒരിക്കലും കളയാൻ പാടില്ല. ഇത് കുഞ്ഞു കുഞ്ഞു കാര്യമാണ്, നമ്മളിതൊക്കെ എത്ര കണ്ടതാണ്, അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളറിയാതെ ഇങ്ങനത്തെ കുറച്ച് കമ്മലുകൾ വാങ്ങിക്കൊടുന്നു. ഒരു 5-6 സെറ്റ് കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ. അവൾക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാ ഡ്രസ്സിനും അതിൻ്റെ സെയിം കളറ് കമ്മലിടണം എന്നൊക്കെ. എന്നിട്ട് അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ അതൊരു നല്ലൊരു ബോക്സിലൊക്കെ ആക്കി നല്ല ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞിട്ട് തലേൻ്റെ അടിയിൽ വെച്ചു. പിറ്റേ ദിവസം അവൾ നീച്ചപ്പോൾ ഈ കുഞ്ഞു കമ്മലുകൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അവളുടെ വിചാരം ഫെറി കൊടുന്ന് വെച്ചതാണ് എന്നാണ്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. അങ്ങനെ കുറേ കഥകൾ. എന്തായാലും 1-2 കമ്മലിന് പേരില്ല, പിന്നെ എന്തൊക്കെയോ സ്ലൈഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. എന്തായാലും ഈ ബോക്സിലുള്ള കമ്മലിനൊക്കെ ഇങ്ങനെ പേറാക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ ബാഗിലെ കമ്മലും കൂടെ ഇതേപോലെ ഒന്ന് സെറ്റാക്കണം. ദെൻ ഓർഗനൈസർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ കമ്മലുകൾ കാണിക്കുന്നതിനേക്കാളുപരി നിങ്ങളുമായിട്ട് അതുമായിട്ടുള്ള കുറേ കഥകൾ ഷെയർ ചെയ്യുക എന്നും കൂടിയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ.